ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ സാലഡാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ക്യാരറ്റ് 1 കപ്പ് ചതുരത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണേലും ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ വേവിച്ച കടലയോ വെള്ളക്കടലയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ സാധാരണ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കടലയാണ്. സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നത് പോലെ തലേന്ന് വെള്ളത്തിൽ വെച്ച് അടുത്ത ദിവസം കുക്കറിൽ 1-2 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത കടലയാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രിൽഡ് ചിക്കൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ലപോലെ പുഴുങ്ങിയ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതും ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഇച്ചിരി ഉപ്പും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തതാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് വൻപയറാണ്. വൻപയർ ഇതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തതാണ്, വേവിച്ച് പുഴുങ്ങിയെടുത്തതാണ്. നിങ്ങൾക്ക് വൻപയറിന് പകരം വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വൻപയറാണ്. അങ്ങനെ അതെല്ലാം കൂടെ എടുത്ത് ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഡ്രസ്സിങ്ങിന് വേണ്ടി സിമ്പിൾ ഡ്രസ്സിങ്ങാണ് ചെയ്യുന്നത്. ഉപ്പ്, കുരുമുളക്, അല്പം നാരങ്ങ നീര്, പിന്നെ വേണമെങ്കിൽ മാത്രം ഇച്ചിരി ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നത് 1.5 കപ്പ് അല്ല 2 കപ്പ് കിൻവ ആണ്. കിൻവ വേവിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വേവിച്ചെടുക്കുക, ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ അത് ഞാൻ ഒന്നി തൊടാതെ നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കിൻവ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ 1 കപ്പ് കിൻവയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അത് കഴിഞ്ഞ് 2 കപ്പ് വെള്ളം കുക്കറിൽ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമ്മളൊരു അടുപ്പിൽ വെക്കുക, ഒരു പാത്രത്തിൽ അടുപ്പിൽ വെക്കുക. എന്നിട്ട് ആദ്യമേ അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി അടച്ച് വെച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. വെള്ളം വറ്റി കഴിയുമ്പം അതുപോലെ തന്നെ അടച്ചൊരു 5 മിനിറ്റും കൂടെ വെക്കുക. തീ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൂടെ വെക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്താൽ ഇതുപോലെ ഒന്നി തൊടാതെ ഇങ്ങനെ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ചോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ ഒരു 2 to 3 ഡേയ്സ്, ഒരു 2-3 ദിവസം വരെയൊക്കെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അതിൽ കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തിൽ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഈസിലി നമുക്ക് ഒരു സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.